എന്തായാലും എന്റെ വിരട്ട് ശരിക്കും ഏറ്റിട്ടുണ്ട്. സംഗതി അവളുമാര് പുറത്തു വിട്ടിട്ടില്ലെന്നുള്ളത് ഉറപ്പാ. എങ്കിലും ഒരു തടവയ്ക്കാനുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ? അതൊക്കെ ഒരു തന്ത്രമാണ് എന്റെ വിനോദേ. എന്ത് തന്ത്രം ചെയ്താലും വേണ്ടിയില്ല, അതുങ്ങളെ ഒന്നുകൂടി വിളിപ്പിക്ക് തോമാച്ച. നീ ആള് കൊള്ളാമല്ലോടാ. ഡൽഹിന്നൊരു കോളുണ്ട്. ഹലോ, യാ ഡാഡിയാണോ? വിനോദ ഡാഡി? ഫൈൻ. അത് പിന്നെ പറയാം. നോ ഡാഡി, നെവർ നെവർ. യാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. യാ നമസ്കാരം ഭാസ്കർജി. ഒരു കുഴപ്പമില്ല. കൊഞ്ചും ചെറുമീനും ഒക്കെ കൂട്ടി നല്ല കുട്ടിയായിട്ടിരിക്കുക. ബൈ ദ ബൈ, അവിടുത്തെ പ്രോബ്ലം എന്തായി? അതൊരു പ്രശ്നമേ അല്ല. ഒരാഴ്ചയോ ഒരു മാസമോ എത്ര നാൾ വേണമെങ്കിലും എന്റെ കൂടെ നിന്നോട്ടെ. ദിസ് പ്ലേസ് ഈസ് മോസ്റ്റ് കംഫർട്ടബിൾ ഫോർ ഹിം. അവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. വിനോദിന് കൊടുക്കണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. നിന്നെ ഡാഡിക്ക് ഒട്ടും വിശ്വാസമില്ല കേട്ടോ. ഞാൻ കൊടുത്ത് ഉറപ്പൊക്കെ കേട്ടല്ലോ. നല്ല കുട്ടിയായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. എന്താ തോമാച്ച, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ചന്ദ്രു, വാ വാ വാ. ഇത് നമ്മുടെ ഭവാനിയമ്മയുടെ മൂത്ത മോനെ. സാറിനെ വന്ന് കാണണമെന്ന് മേസ്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടതാ. എന്താണാവോ? നാണമില്ലടാ നിനക്ക് ആ രാമുവിന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ. ചട്ടമ്പിത്തരം കാണിച്ചിരുന്ന അച്ഛനെ പോലെ കിടക്കാവുന്നതാണോ? അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വലത്തെ കാലിന് ഇത്തിരി സ്വാധീനമുണ്ട്, അതുകൊണ്ടുള്ള മേടാ ഇപ്പൊ. കൊള്ളാം. ഞാൻ നിന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ. പറമ്പിലെ കാര്യങ്ങൾ നോക്കാൻ മേസ്ത്രിയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. നീയും കൂടെ കൂടിക്കോ. ചട്ടമ്പിത്തരം ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് നിന്നോണം. ഒന്നും അടിക്കുന്നോ? അയ്യോ പിടിടാ. ഞാൻ ഈ കാര്യത്തിൽ വലിയ ഭവ്യതൊന്നും വേണ്ടടാ. വേണമെങ്കിൽ ഒന്ന് അടിച്ചോ. എന്നാ. അയ്യോ സോറ വേണ്ട. ഓ മൈ ഗോഡ്, ഇങ്ങനെ കഴിച്ചാൽ ലിവർ അടിച്ചു പോകും. വെള്ളം ഒഴിച്ചാൽ അതിന്റെ എരും പുളിയൊക്കെ പോകും, അതുകൊണ്ടാ. പിന്നെ ഭവാനിയമ്മ എന്താ ഇപ്പൊ ഇങ്ങോട്ട് കാണാത്തെ? ആ തള്ളേന്റെ കാര്യമൊന്നും പറയണ്ട സാറേ. 2 ദിവസം പണിയെടുത്താ 3 ദിവസം കിടപ്പാ. അപ്പൊ ആള് കിടപ്പിലാണോ? ഞാൻ വീട്ടിലേക്ക് പോയിട്ട് 3-4 ദിവസമായി. ഒരു പണിയേ, ഇത് ഭവാനിയമ്മയ്ക്ക് കൊടുത്തേക്ക്. മരുന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കാൻ പറ. പിന്നെ സുഖമില്ലെങ്കിൽ അവര് വരണ്ട, വാസന്തിയോട് വരാൻ പറ. 10 രൂപ കിട്ടുന്നെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലോട്ട് ആയിക്കോട്ടെ. എന്താ പറയാം? പറ്റേ സാറേ. രൂപ വീട്ടിൽ കൊടുക്കണം, ഞാൻ ചോദിക്കും. തന്ത്രം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? മന്ത്രം പഠിച്ചവൻ തന്ത്രി, തന്ത്രം പഠിച്ചവനോ മന്ത്രി. ലക്ഷ്മി, കുറെ നേരമായാലോ രണ്ടുപേരും കൂടെ പുന്നാരം തുടങ്ങിയിട്ട്. വന്ന് അവർക്ക് കാപ്പി എടുത്ത് കൊടുക്കുവണ്ണേ. വെറ്റില പാത്രം വെച്ചിരിക്കണേ. വരുന്നു മോനെ. എനിക്ക് 9 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. സ്കൂളിൽ പോക്ക് നിർത്തി അന്ന് ഇറങ്ങിയതാ പണിക്ക്. ചേച്ചിയെ കെട്ടിച്ചു. ഇപ്പോ ഞാനും അമ്മയും മാത്രം. സ്വന്തമായി 5 സെന്റ് മണ്ണുണ്ട്, അതിലൊരു കൊച്ചു വീടും. തേച്ചിട്ടില്ല, ഇനി വേണം ഒക്കെ ചെയ്യാൻ. അല്ലെങ്കിലും പെണ്ണും പെടക്കോഴി ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. തീരെ വയ്യാത്തോണ്ടാ, ഇല്ലെങ്കിൽ തള്ളയും കൂടെ വന്നേനെ. അച്ഛനാ? ഓ ഇരിക്കേ. നിനക്ക് എന്ത് പണിയാന്നാ പറഞ്ഞേ? താറാവ് കൃഷിയാ. ഓ, താറാവുകാരന്മാർ ചെല്ലുന്നിടത്തൊക്കെ സംബന്ധം കൂടുന്ന കൂട്ടരാ. നമ്മുടെ പയ്യൻ അക്കൂട്ടത്തുള്ള ആളല്ല. എന്തായാലും 10 റുപ്യന്റെ പോലും സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞല്ലോ, അതൊരു വലിയ കാര്യമാ. അല്ല, നാട്ടുകാരും പറഞ്ഞിങ്ങനെ ഇരുന്നാ മതിയോ? മറ്റു കാര്യങ്ങള് എന്നാ വാസന്തിയും കൊണ്ട് വിളിച്ചോളൂ.
തുലാം 12-ാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ട്. 12-ാം തീയതി എന്ന് പറയുമ്പോ വളരെ അടുത്ത് പോയല്ലോ കണിയാരെ. അല്ല ഇത് എന്തിനാ വെച്ചിങ്ങനെ നീട്ടണേ? ഒന്നും വേണ്ടെന്ന് രാജപ്പൻ പറഞ്ഞെങ്കിലും വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റുമോ? ഓ ഇനിയിപ്പോ നീട്ടി തന്നാ നീ എന്ത് കോപ്പ എടുത്ത് കൊടുക്കാൻ പോണത്? അച്ഛനൊന്നും മിണ്ടാതിരി. കൃഷ്ണേരനെ കണ്ടില്ലല്ലോ. അങ്ങോട്ട് കൊടുക്കും മോളെ. ചെറുക്കനെ ആദ്യം കൊടുക്ക്. രാജപ്പോ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ, ഒരു ചടങ്ങായിട്ട് കൂട്ടിയാ മതി. പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. രാമുവേ, കൃഷ്ണൻ എത്തിയില്ലോ. തോമസ് സാറും കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, ഇങ്ങോട്ടോ? ഊര് ചുറ്റാൻ ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് എന്നെ കണ്ടു. വിവരങ്ങൾ അറിഞ്ഞപ്പോ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. വരണ്ടാന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഇവിടെ ഇരിക്കാനൊന്നും. അതൊന്നും സാരമില്ലടാ. ഇരിക്കെ, എല്ലാരും ഇരിക്കേ. സാറിന്റെ മുമ്പിൽ ഇവരിയ്ക്കുവോ? ഇതാണ് പയ്യനല്ലേ? അതെ. ഇരിക്കണോ? വേണ്ട, ഞാൻ നിന്നോളാം. സാർ ഇരുന്നാട്ടെ, എനിക്ക് എഴുന്നേക്കാൻ. അറിയാം. ഇരിക്കാനൊന്നും സമയമില്ല. ഞങ്ങളും ചുറ്റാൻ ഇറങ്ങിയതാ. വാസന്തിയുടെ കല്യാണ വിഷയം എന്താ ഞങ്ങളെ ഒന്നും അറിയിക്കാത്തെ? നിങ്ങളൊക്കെ വിളിക്കാന്ന് വെച്ചാ. വിഷമിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങളിങ്ങനെ പോയപ്പോ ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയായിരുന്നു. ഞാനത് പറയാൻ നാവങ്ങോട്ട് വളച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ ചായ കുടിക്കാവോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കങ്ങനെ ജാതിമത വ്യത്യാസമോ വലിപ്പച്ചെറുപ്പോ ഒന്നും ഇല്ലെന്ന് ഇവൻ അറിഞ്ഞൂടെ? വിനോദേ, രാമു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. എന്താ? ഷോ, വാ ഇരിക്കെ. ഇരിക്ക് ജയന്തി. വേണ്ട, ഞാനിവിടെ നിന്നോളാം. നിങ്ങളും ഇരിക്കേ. അപ്പോ എന്നൊക്കെ കല്യാണം? തുലാം 12-ന് ഒരു മുഹൂർത്തം ഉണ്ടെന്ന് കണിയാര് പറഞ്ഞു. നന്നായി. നല്ല കാര്യങ്ങൾ നല്ല സമയത്ത് തന്നെ നടത്തണം. ദിവസം വളരെ അടുത്തു പോയി. കാര്യങ്ങൾ നടത്തി കൂട്ടുന്ന കാര്യം ആലോചിക്കുമ്പോ അതൊക്കെ നടക്കൂടാ. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനില്ലേ ഇവിടെ? അയ്യോ, നനഞ്ഞടം കുഴിക്കുന്നത് ശരിയാണോ? കണ്ണോപ്പറേഷൻ എന്നെ ഒത്തിരി കാശാവുന്നല്ലേ സാറ് പറഞ്ഞേ. പണം ഓരോ ആവശ്യങ്ങൾക്കുള്ളതല്ലേടാ. എത്രയാന്ന് വെച്ചാ നീ പറഞ്ഞാ മതി. ഓ ദൈവ ഞങ്ങളുടെ ഇതിനെന്താ ഞാൻ ചെയ്യണ്ടേന്ന്? നിനക്ക് ചെയ്യാൻ പറ്റണത് ചെയ്താ മതി. എന്താ കൃഷ്ണേട്ട പറയണേ? കൊട്ടിപ്പാടാനല്ലാതെ എന്നെ കൊണ്ട് എന്താ പറ്റാ? അത് തന്നെയാ പറഞ്ഞേ. നല്ല അസലൊരു പാട്ടൊന്ന് പാടുക, അല്ലേ തോമസ് സാറേ? ബംഗ്ലാവിൽ ഒന്ന് പാടാൻ വേണ്ടി ഓർത്തോർത്ത് ഉണ്ടാക്കിയതാ. മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടുണ്ടോന്ന് അറിയില്ല. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല, നീ പാടടാ. വാസന്തി, വസന്തി, വസന്തി, എന്തേ തിരിഞ്ഞു നടന്നേ? എന്നെ കണ്ടിട്ടാ? നിശ്ചയത്തിന് തോമസ് സാറും കൂട്ടരും വന്നതുകൊണ്ട് ഒന്നും ചോദിക്കാനും പറയാനും പറ്റില്ല എന്നാണ് ഇവന്റെ പരാതി. ഇപ്പൊ വേണേ ചോദിച്ചോ, ഞാൻ മാറിയേക്കാം. ഞാൻ പോട്ടെ. എന്താ അത്ര ധൃതി? ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ? അത് പിന്നെ ഒന്നുമില്ല, ഞാൻ പോവാ. അതെ, എന്താ അത്ര നാണിക്കാൻ? അമ്മ എന്നോട് ചോദിച്ചു പെണ്ണിനെ എനിക്ക് ഇഷ്ടായോന്ന്. 100 വട്ടം ഇഷ്ടായെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഇഷ്ടം അമ്മയുടെ ഇഷ്ടം. സ്ത്രീധനായിട്ട് ഒരു തരി പൊന്നു പോലെ എനിക്ക് വേണ്ട. എനിക്കുള്ള സ്ത്രീധനം വാസന്തിയാ. എന്താ സത്യമല്ലേ? വാസന്തിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടണത് ഏതൊരുത്തിന്റെ ഭാഗ്യ. ഭഗവാനെ കൃഷ്ണായ വാസുദേവായ നന്ദനായ കുമാരായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ എന്തൊക്കെയാ നീ ഇതിൽ എഴുതിയിരിക്കുന്നത്? മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ച കാഴ്ച കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. കഥയിൽ
സീരിയലും നോവലിലും ഒക്കെ അവന്മാരങ്ങനെ പരതു എഴുതും. എന്നാ എന്താ? മരിക്കാൻ നേരത്തെ കാമുവിന് കണ്ണുദാനം ചെയ്ത ഒരു പെണ്ണിന്റെ കഥ ഏതോ ഒരു സണ്ണി ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. അത് കണ്ടോണ്ട് ഇവൾ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് കണ്ടോ? ദേ, മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ചാ കാഴ്ച കിട്ടുവോ, കണ്ണെടുക്കാൻ എവിടെയാ എഴുതി കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്നാ പറയാനാ? നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? ജീവിച്ചിരിക്കുമ്പോൾ തന്നല്ലേ നീ കണ്ണു കൊടുക്കാൻ പോണത്, പിന്നെ മരിച്ചവരുടെ കണ്ണന്വേഷിച്ച് പോണത് എന്തിനാ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ വാസന്തി? നിന്റെ ഒരു കാര്യം. എന്താ മോളെ ഇങ്ങനെയൊക്കെ? രാമോട്ടിന് വേണ്ടി എല്ലാം മറക്കാന്ന് തീരുമാനിച്ചിട്ട് നോക്കിയേ, കാഴ്ച കിട്ടിയ ആദ്യം നിന്നെ കാണാനാ കൊച്ചേട്ടൻ കൊതിക്കണ. നീ ഇല്ലെന്നറിഞ്ഞ പിന്നെ കൊച്ചേട്ടൻ ജീവിച്ചിരിക്കില്ല. ചതിക്കല്ല മോളെ. നീ എന്തായി പറയുന്നേ? എന്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണെടുത്ത് അങ്ങനെ ആരും മാറ്റിവെക്കാറില്ല. അതിനായി ബാങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കണം. ദാനം ചെയ്യാവുന്ന എഴുതി കൊടുത്തിട്ടുള്ള ആരെങ്കിലും മരിച്ചാൽ അവരുടെ കണ്ണെ ട്രാൻസ്പ്ലാന്റ് ചെയ്യൂ. അപ്പൊ പിന്നെ ഓപ്പറേഷന്റെ കാര്യം ഡോക്ടറോട് സംസാരിച്ചത് തോമാച്ചൻ അവരോട് പറഞ്ഞതോ? തോമാച്ചൻ അങ്ങനെ പലതും അവരോട് പറഞ്ഞെന്നിരിക്കും. അതൊക്കെ നമ്മുടെ വെറും ഒരു പ്രകടന പത്രികയല്ലയോ? പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടത്താൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ? ദിസ് ഇസ് ടു മച്ച്. ഇത്രയും ക്രൂരത ആരോടും കാണിക്കരുത്. ആ പാവത്തിന് കണ്ണു കിട്ടുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാ പിച്ച് ചീന്തിയിട്ടും ആ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവരെ ചതിച്ചാലുണ്ടല്ലോ. ജയന്തിക്കെന്താ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഷ? മനുഷ്യത്വം ഉള്ളതുകൊണ്ട്, ഞാനും അവരിലൊരുത്തി ആയതുകൊണ്ട്. എങ്കിലൊരു കൊടിയും പിടിച്ചിറങ്ങാമായിരുന്നില്ലേ? ഇറങ്ങിയനെ. ഞാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കുന്ന ഒരു കുടുംബം എനിക്കില്ലായിരുന്നെങ്കിൽ പണ്ടേ ഇറങ്ങിയനെ. അല്ലാതെ ഇങ്ങനെ വെളിപ്പുറത്ത് വരുന്ന പെണ്ണായി നിങ്ങളുടെയൊക്കെ വരുതിക്ക് നിൽക്കാൻ വരില്ലായിരുന്നു ജയന്തി. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. നീ ആരോടാ സംസാരിക്കുന്നറിയോ? അറിയാം. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണ പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടാണെന്ന് ശരിക്കും അറിയാം. എന്താ വിനോദം ഇത്? വേണ്ട. ദേ, നമ്മൾ തമ്മിൽ ഒരു 25,000 രൂപയുടെ എഗ്രിമെന്റേ ഉള്ളൂ. അല്ലാതെ നിന്റെയൊക്കെ എന്ത് വൃത്തികേട് സഹിച്ച് അടിമയായിട്ട് നിൽക്കാന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ല. വേണ്ടടി, പറഞ്ഞ തുകയും വാങ്ങിക്കൊണ്ട് നീ ഇറങ്ങിക്കോ. നിന്റെ സേവനം ഇനി ആവശ്യമില്ല. വേണമെന്ന് പറഞ്ഞാലും ഇനി ഇവിടെ നിൽക്കില്ല. എങ്കിൽ പോടി. എന്താ വിനോദം ഇത്? ഇങ്ങനെയുള്ള എടുത്തുചാട്ടം ശരിയല്ല. ദാ എന്നെ നോക്ക്, ഭൂമി കുലുങ്ങിയാലും തോമാച്ചൻ കുലുങ്ങിയാലാ. അവള് പോട്ടെ തോമാച്ച, അല്ലേലും പറഞ്ഞിവിടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്കെന്തിനാ ഇവള്? ഓ അങ്ങനെ ഗ്രാമത്തിലെ മുല്ലപ്പൂക്കൾക്ക് അഡിക്റ്റായി അല്ലേ? യു സെഡ് ഇറ്റ്. വാസന്തിയും ലക്ഷ്മിയും അവരെ പറ്റി ഓർക്കുമ്പോ തന്നെ ഒരു ചന്ദനത്തിന്റെ സുഗന്ധം. അവരെ ഒന്നുകൂടി വിളിക്കെന്റെ തോമാച്ച. റിസ്ക്കുള്ള കാര്യമാണ്, പക്ഷേ നിന്നെ എനിക്ക് വേണമല്ലോ.